വയനാട്ടിൽ ഷിഗല്ല രോഗബാധയെ തുടർന്ന് 25 കുട്ടികളെ അഡ്മിറ്റ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത കുട്ടികളുടെ വീടുകളിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം നടത്തും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും നാളെ വയനാട് സന്ദർശിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. വിവരങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തിയെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്? എന്തായാലും വയനാട്ടിൽ പടർന്നു പിടിക്കുന്ന ഷിഗല്ല ബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്ഥിരീകരണം, അതിൽ 25 പേർ ആശുപത്രിയിൽ അഡ്മിറ്റാണ്, 25 കുട്ടികൾ ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നൊരു സ്ഥിരീകരണമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അല്പസമയം മുമ്പ് നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. വയനാട് പല പ്രദേശങ്ങളിലും ഇത്തരത്തിലുള്ള രോഗബാധ സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള 25 കുട്ടികൾ, കാരണം കുട്ടികൾക്കിടയിലാണ് രോഗബാധ രൂക്ഷമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെ ഏതൊക്കെ പ്രദേശങ്ങളിലാണോ രോഗം പടർന്നു പിടിക്കുന്നത് ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ആളുകളെ, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിൽ തന്നെയുള്ള ആളുകളെ അതിനു വേണ്ടിയിട്ട് പ്രത്യേകം അവിടേക്ക് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുടെയൊക്കെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവരുമായിട്ട് സമ്പർക്കത്തിലുള്ള ആളുകളെ കേന്ദ്രീകരിച്ചുമൊക്കെ പരിശോധന വിശദമായിട്ട് നടത്തുമെന്നുള്ള ഒരു അറിയിപ്പാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ മുൻകരുതലെടുക്കാൻ, ഈ ഷിഗല്ല രോഗബാധയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻകരുതലെടുക്കാൻ DMOമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. കാരണം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും രോഗബാധ പടർന്നു പിടിക്കുന്നുണ്ട്. 25 പേർ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അതേപോലെ തന്നെ രോഗം ബാധിച്ച് പലരും ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സ തേടിയവരിൽ പലരും ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം സർക്കാർ കരുതലോടുകൂടിയാണ് എടുക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇത് പടർന്നു പിടിച്ച് മറ്റുള്ളവരിലേക്ക്, മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെ പടർന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. അതുകൊണ്ട് തന്നെ വയനാട് ഇപ്പോഴുള്ള സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ സർക്കാർ ഒരിക്കലും തയ്യാറല്ല. അല്ലെങ്കിൽ അതിനെ പിടിച്ചു കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കർശന നടപടികൾ ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയിട്ടുള്ളത് തന്നെ. അതുപോലെ തന്നെ വൃത്തിയില്ലാത്ത തട്ടുകടകൾക്കെതിരെ, സാധാരണ കൂണുകൾ പോലെ മുളച്ചു പൊങ്ങുകയാണ് നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെല്ലാം തട്ടുകടകൾ. പല തട്ടുകടകൾക്കും അതിനുവേണ്ട ലൈസൻസോ പ്രവർത്തനാനുമതിയോ ഒന്നുമില്ലാതെ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ഉയർന്നു വരുന്ന, മുളച്ചു പൊന്തുന്ന തട്ടുകടകൾക്കെതിരെ നടപടി ഉണ്ടാകും. തട്ടുകടകളിലെ ശുചീകരണം, അതായത് അവിടുത്തെ ശുചിത്വം പ്രധാന ഘടകമാണ്. അതില്ലാത്ത തട്ടുകടകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനകൾ അടുത്ത ദിവസം മുതൽ തന്നെ ഉണ്ടാകും. തട്ടുകടകൾ, അതേപോലെ തന്നെ ഭക്ഷണശാലകൾ, ഇതുമെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിപുലമായിട്ടുള്ള പരിശോധന, രോഗബാധ പടർന്നു പിടിക്കാതിരിക്കാൻ, രോഗം പടരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതേപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ആരോഗ്യ വിവരം, സുഖവിവരം അടക്കം അവരുടെ കൃത്യമായിട്ടുള്ള കൃത്യസമയങ്ങളിൽ, ഇടവേളകളിൽ അതൊക്കെ ചെന്ന് തിരക്കുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. KP. ശരി, തൃശ്ശൂരിൽ നിന്നും സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.